ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. ആദ്യമായിട്ട് മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോട് ഒരു നന്ദി കൂടി പറയുകയാണ്. കാരണം കഴിഞ്ഞ 2-3 മീറ്റിങ്ങുകളായിട്ട് നമ്മൾ ഇതിപ്പോൾ 3ാമത്തെ മീറ്റിംഗാണ്. 4th സ്റ്റെപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യത്തിൽ ഇത്തരം സ്പീക്കർ മീറ്റിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ സഹായം കിട്ടുന്നത് എനിക്ക് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സബ്സിഡിയറി ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അനുബന്ധമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യം നേടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ പടികൾ ചെയ്യാൻ തയ്യാറാകുന്നത്. പ്രത്യേകിച്ച് 4th സ്റ്റെപ്പ് പൊതുവെ അറിയപ്പെടുന്നത് ഒരു ബാലികേറ മല എന്നോ അല്ലെങ്കിൽ ഒരു ഹിമാലയൻ ടാസ്ക് ആണ് എന്നൊക്കെയാണ്. എങ്കിലും സത്യത്തിൽ അത് പറയുന്നത്ര ഭീകരമോ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയല്ല. തയ്യാറാവുക, അല്ലെങ്കിൽ ഞാൻ ബെൻഡ് മൈ നീ ബിഫോർ ബെൻഡ് മൈ എൽബോ എന്ന് പറയും. അതായത് എൻ്റെ കാൽമുട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ കൈമുട്ടിൽ നിൽക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഒരു കീഴടങ്ങൽ, ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരു കീഴടങ്ങൽ ഞാൻ ചെയ്തില്ല എങ്കിൽ ഞാൻ വീണ്ടും വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ 4th സ്റ്റെപ്പ്. ഒരു ബേബി സ്റ്റെപ്പാണ്. മറ്റ് സ്റ്റെപ്പുകളെല്ലാം അതിനനുബന്ധമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 1, 2, 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രവൃത്തി ആവശ്യം വരുന്ന സ്റ്റെപ്പാണ് 4ാമത്തെ പടി. പക്ഷേ 4ാമത്തെ പടിയല്ല ഏറ്റവും വലിയ സ്റ്റെപ്പ്. എല്ലാ സ്റ്റെപ്പുകളും ഒരേ സൈസിലും ഷേപ്പിലുമാണ് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത്. പ്രത്യേകിച്ച് 4ാമത്തെ പടി നമ്മുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു പടിയായതുകൊണ്ടാകാം ഇതിന് ഒരുപാട് നമ്മുടെ ഫെലോഷിപ്പ് രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് അനുബന്ധമായിട്ടുള്ള ലേഖനങ്ങളും വർക്ക് ബുക്കുകളും പുസ്തകങ്ങളും എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. ആത്യന്തികമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ബിഗ് ബുക്കിൻ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും 4th സ്റ്റെപ്പ് ചെയ്യാറുള്ളത്. എങ്കിലും അതിനോടനുബന്ധിച്ച് 12 and 12 എന്ന് പറയുന്ന 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്ന പുസ്തകത്തിലും, അതോടൊപ്പം നമ്മുടെ ആദ്യകാല ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗമായ വാലിപ്പി എഴുതിയ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഇതിന് സഹായകരമായിട്ട് സ്വീകരിക്കാറുണ്ട്. അംഗങ്ങൾ അവരുടെ സ്പോൺസർമാരെ കണ്ടെത്തുന്ന മുറയ്ക്ക് അവരാണ് അതിനൊക്കെയുള്ള ഗൈഡൻസ് കൊടുക്കുന്നത്. തീർച്ചയായും നമുക്ക് ഇന്ന് 4th സ്റ്റെപ്പിലൂടെ, പ്രത്യേകിച്ച് അതിൻ്റെ റിസെൻമെൻറ്റ്, ഫിയർ, സെക്സ്, ഹെയ്റ്റ് എന്നൊക്കെ പറയുന്ന 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഭാഗങ്ങൾ. ഇതിൽ ആദ്യമേ നമ്മൾ റിസെൻമെൻറ്റ് അല്ലെങ്കിൽ നീരസത്തെക്കുറിച്ച് 2 ഭാഗങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ 4th ബുക്കിൽ ഈ 4th സ്റ്റെപ്പിൽ വരുന്ന ചില വാക്കുകൾ, അത് ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും നമുക്ക് അതിലൂടെ ഒന്ന് ആദ്യം സഞ്ചരിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതിൽ ആദ്യത്തെ വാക്കാണ്, അതായത് ഈ സ്റ്റെപ്പ് 4ൽ ഉപയോഗിച്ചിരുന്ന ചില വാക്കുകളിൽ ആദ്യത്തെ വാക്കാണ് അംബീഷൻ. അംബീഷൻ എന്താണ്? അവർ ഗോൾസ് ഓർ പ്ലാൻസ് ഫോർ ദി ഫ്യൂച്ചർ ഓർ വാട്ട് വി വാണ്ട് ഓർ വാണ്ടഡ്. അതായത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചില പ്ലാനുകളും അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങളും, അതിനെക്കുറിച്ചാണ് നമ്മുടെ അംബീഷൻ അല്ലെങ്കിൽ ആഗ്രഹത്തെക്കുറിച്ച് ഉള്ള അർത്ഥത്തെ പറ്റി പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഭാവിയിൽ എന്തായിരിക്കണം, എൻ്റെ ഭാവി എന്തായി തീരണം എന്നുള്ള ചില പ്ലാനുകളും നമുക്കുണ്ട്. അതിനെയാണ് നമ്മൾ പൊതുവെ ആഗ്രഹങ്ങൾ എന്നാണ് പറയുക. ആഗ്രഹങ്ങൾ, എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമായിട്ടുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ വാണ്ട് ഓർ വാണ്ടഡ് എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുണ്ട് എന്നുള്ള ആഗ്രഹം, അതിനെയാണ് നമ്മൾ ആഗ്രഹം എന്ന് പറയുന്നത്. അതിന് അതിമോഹമെന്നോ അഭിലാഷമെന്നോ എന്തെങ്കിലുമൊക്കെ പേരിട്ട് നമുക്ക് മലയാളത്തിൽ വിവരിക്കാവുന്നതാണ്. അടുത്ത വാക്ക് ഉപയോഗിക്കുന്നത് ആർബിറ്റർ എന്നാണ്. അതായത് ഒരാൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണം കിട്ടുന്ന, അല്ലെങ്കിൽ
വിധി നിർണ്ണയിക്കുന്ന ആള് എന്നുള്ളതാണ് ആർബിറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബിറ്റർനെസ് ആണ്. ബിറ്റർനെസ്സിന് നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ എന്ന് പറയാം. അതൊരു വേദന രൂപത്തിലാകാം, സഹിക്കുന്ന രീതിയിലാകാം, ഒരു അസുഖമായിട്ടാകാം, അല്ലെങ്കിൽ റിഗ്രറ്റ് അല്ലെങ്കിൽ കുറ്റബോധത്താൽ ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ വിദ്വേഷമെന്നോ കഠോരതാന്നോ കയ്പ് നിറഞ്ഞെന്നോ ആയിട്ടുള്ള ഒരു വികാരത്തെയാണ് ബിറ്റർനെസ് എന്ന് നമ്മൾ പറയുക. അടുത്ത വാക്ക് ഡിഫക്റ്റ് ആണ്. നമുക്കറിയാം, ഒരു ന്യൂനത, ഒരു പോരായ്മ, അല്ലെങ്കിൽ ഒരു ദൂഷ്യം, അല്ലെങ്കിൽ ഒരു കുറവ്, തകരാറ് എന്നൊക്കെ നമുക്ക് ആ വാക്കിനെ ഉപയോഗിക്കാം. ഡിഫക്റ്റിന് നമുക്ക് ഒരു പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കാൻ കഴിയാത്ത എന്തോ ഒന്നെന്നോ, അല്ലെങ്കിൽ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ഡിഫക്റ്റിനെ, നമ്മുടെ ഈ പറയുന്ന കുറവിനെ, അല്ലെങ്കിൽ നമ്മുടെ ദോഷത്തെ, ദൂഷ്യത്തെ, നമ്മുടെ തകരാറിനെ വിവരിക്കാം. അതിനാണ് ഡിഫക്റ്റ് എന്ന വാക്ക് ഈ 4th സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു വാക്ക് ഡിസോണസ്റ്റ് ആണ്. സത്യസന്ധതയില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, അല്ലെങ്കിൽ വഞ്ചനാത്മകമായ, വിശ്വാസമില്ലാത്ത, ഒരു അസത്യമായ എന്നൊക്കെയാണ് ഡിസോണസ്റ്റിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പരിശീലിക്കുകയോ ചെയ്യുക. എങ്ങനെ പരിശീലിക്കുകയാണ്? നമ്മൾ നുണ പറയുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, കട്ടെടുക്കുക, അപ്പോൾ സത്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഡിസോണസ്റ്റ് അല്ലെങ്കിൽ സത്യസന്ധതയില്ലായ്മ എന്ന് നമ്മൾ പറയുക. ഡിസോണസ്റ്റിന് പിന്നീട് നമുക്ക് ചതിക്കുക എന്നോ, വഞ്ചിക്കുക എന്നോ, കബളിപ്പിക്കുക എന്നോ, അബദ്ധത്തിൽ ചാടിക്കുക എന്നോ, വഴിതെറ്റിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഈ ഡിസോണസ്റ്റിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സത്യത്തിനോടോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനോടോ ഉള്ള ഒരു അവബോധമില്ലായ്മ, ഒരു കാഴ്ചപ്പാടില്ലായ്മയൊക്കെയാണ് നമ്മൾ ഡിസോണസ്റ്റ് ആയിട്ട് സാധാരണ രീതിയിൽ പറയുക. അടുത്ത വാക്ക് എക്സാക്റ്റ് എന്നാണ്. എക്സാക്റ്റ് നേച്ചർ ഓഫ് അവർ റോങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാക്റ്റ് എന്താണ്? പിടിച്ചെടുക്കുക, ഞെരുക്കി വാങ്ങുക, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള, കർക്കശമായ, സൂക്ഷ്മമായ, യഥാർത്ഥമായ, ശുദ്ധമായ, ഒത്തവണ്ണം, നിർദോഷമായ, ഇങ്ങനെയൊക്കെയാണ് ആ വാക്ക് എക്സാക്റ്റ് നേച്ചർ ഓഫ് റോങ്സ് എന്ന് പറയുന്നത്. എക്സാക്റ്റ് എന്ന വാക്ക് അത് വെരി ആക്യുറേറ്റ്, വളരെ കൃത്യമായിട്ട്, കറക്റ്റായിട്ട്, പ്രഷ്യസ് ആയിട്ട് വാങ്ങുന്ന ഒന്നിനെയാണ് നമ്മൾ എക്സാക്റ്റ് എന്ന് പറയുക. പ്രഷ്യസിൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, വിലയേറിയ അല്ലെങ്കിൽ മതിപ്പുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് വളരെ ആക്യുറേറ്റ് ആയിരിക്കണം എന്ന രീതിയിലാണ് എക്സാക്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വാക്ക് ഏതാണ്? ഫാറ്റൽ. ഫാറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം കോസിങ് ടു ഡെത്ത് എന്നാണ്, അല്ലെങ്കിൽ മരണ കാരണമായ. ഫാറ്റലിന് നമുക്ക് വിനാശകരമായെന്നോ, മാരകമായെന്നോ, നിർണായകമായെന്നോ ഒക്കെ ഈ വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 4ാം പടിയിൽ കാണുന്ന ഒരു വാക്കാണ് FATAL എന്ന് ഉപയോഗിക്കുന്ന ഫാറ്റൽ. അടുത്തത് ഫോൾട്ടാണ്. ഫോൾട്ടിൻ്റെ അർത്ഥം നമുക്കറിയാം, തെറ്റാണ്. തെറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ച, അപരാധം, ദോഷം, അബദ്ധം, തെറ്റായി ചെയ്ത ഒരു പ്രവൃത്തി, പിഴവ് എന്നിങ്ങനെയൊക്കെ ഈ ഫോൾട്ടിനെ നമുക്ക് വിവരിക്കാം. അല്ലെങ്കിൽ തെറ്റായി ചെയ്ത ഒരു പ്രവൃത്തി, അതായിരിക്കും കൂടുതൽ ഫോൾട്ടിൻ്റെ ഏറ്റവും നല്ല അർത്ഥം. അടുത്ത വാക്ക് ഫിയർ ആണ്. എന്താണ് ഫിയർ? ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ഭീതിയാണ്, ഭയമാണ്, ആശങ്കയാണ്, പേടിയാണ്, ഉത്കണ്ഠയാണ്. അതായത് നമുക്ക് സംശയമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാകുമ്പോൾ, ഇൻസെക്യൂരിറ്റി, നമുക്കൊരു സുരക്ഷിതത്വമില്ലായ്മ വരുമ്പോൾ ഈ ഭയം നമ്മളെ പിടികൂടും. അജിറ്റേഷൻ, വളരെ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യകരമായ എന്തെങ്കിലും സന്ദർഭം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയം വരും. അങ്ങനെ നമുക്ക് ഫീലിംഗ് ഓഫ് ത്രെറ്റൻഡ്, നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, അസൂയപ്പെടുത്തുന്ന, നെർവസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഭയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഫിനിറ്റ് എന്നാണ്. FINIT, ഫിനിറ്റ്. ആ വാക്ക് ഉദ്ദേശിക്കുന്നത് നിശ്ചിതമായ അല്ലെങ്കിൽ ഒരു അതിർത്തിയുള്ള, പരിമിതിയുള്ള ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുന്നതിനാണ് നമ്മൾ ഫിനിറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ 4ാം പടിയിൽ നമ്മൾ ബിഗ് ബുക്കിൽ ചില വാക്കുകൾ ആദ്യമേ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകളുടെ അർത്ഥം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിരണ്ട ഒരവസ്ഥയാണ്. അത് തുടർച്ചയായിട്ട് നമുക്ക് നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കാം. അതൊരു ഭയത്തിൻ്റെ മറ്റൊരു വേർഷനായിട്ട് വേണമെങ്കിൽ ഫ്രൈറ്റൻഡ് എന്ന് ഉപയോഗിക്കുന്നത്. ഭയം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഫ്രൈറ്റൻഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്.
ഭയപരവശനായ അല്ലെങ്കിൽ ഭയവിഹുലനായ, ഭീരുത്വമുള്ള, പേടിച്ച അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ ഫ്രൈറ്റൻഡ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുക. അടുത്ത വാക്കാണ് ഫ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസ്ലെസ്നെസ്, ഉപയോഗശൂന്യമായിട്ടുള്ള വാക്ക്. ഫ്യൂട്ടിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം നിഷ്ഫലത്വമെന്നോ വ്യർത്ഥത എന്നോ ഫലശൂന്യത എന്നോ നിസ്സാരമായെന്നോ അല്ലെങ്കിൽ നിരർത്ഥകമായ, നിഷ്ഫലമായ, തുച്ഛമായ എന്നുള്ള വാക്കുകളിലൂടെയാണ് ഈ വാക്ക് യൂസ്ലെസ്നെസ് എന്നാണ്, വ്യർത്ഥശൂന്യത എന്നാണ് ശരിക്കും ഇംഗ്ലീഷിൽ അതിനർത്ഥം. അടുത്ത വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഹാം ആണ്. എന്താണ് ഹാം? ഹാം എന്ന് പറയുന്നാൽ ഉപദ്രവം, ഒരു പീഡ അല്ലെങ്കിൽ നാശം, ദ്രോഹിക്കുക, കേടുവരുത്തുക, അപായപ്പെടുത്തുക എന്നൊക്കെയായിട്ടുള്ള അല്ലെങ്കിൽ ദോഷകരമായ ഒരവസ്ഥയിൽ എത്തിക്കുക എന്നൊക്കെയാണ് ഹാമിനെ കുറിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന അർത്ഥങ്ങൾ. അതായത് ആളുകളെ നമ്മൾ അപായപ്പെടുത്തും. ഏതൊക്കെ രീതിയിൽ? ചിലപ്പോൾ ശാരീരികമായിട്ടായിരിക്കും, മാനസികമായിട്ടായിരിക്കും, സാമ്പത്തികപരമായിട്ടായിരിക്കും, വൈകാരികപരമായിട്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ആത്മീയപരമായിട്ട് പോലും നമ്മൾ ആളുകളെ നശിപ്പിക്കും. ഡാമേജിങ് ആൻഡ് ഡിമിനിഷിങ്, അവരെ നശിപ്പിക്കും ഈ അപകടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഡാമേജിങ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ഡിമിനിഷിങ് എന്ന വാക്കിൻ്റെ അർത്ഥം ചുരുക്കുക അല്ലെങ്കിൽ ക്ഷയിപ്പിക്കുക, അവരെ മന്ദീഭവിപ്പിക്കുക, അവരെ കുറയ്ക്കുക, തരം താഴ്ത്തുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് ഡിമിനിഷിങ്. അപ്പോൾ ആളുകളെ ഈ തരത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വൈകാരികമായിട്ടും ആത്മീയമായിട്ടും നമ്മൾ അവരെ നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹാം എന്ന് പറയുന്നത്. ചിലപ്പോൾ അതൊരു വസ്തുക്കളിലൂടെ ആകാം, സെക്ഷൽ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടായിരിക്കാം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ലൈംഗികപരമായിട്ട് ഉള്ള ഉപയോഗം, നമ്മുടെ സെൽഫിഷായിട്ട് സ്വാർത്ഥപരമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണെങ്കിൽ, ഒരു മറ്റൊരാളെ നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെക്ഷുവലായി യൂസ് ചെയ്യുന്നു. പല വഴിക്കായിരിക്കാം, അതൊക്കെ ഹാമിൽ പെടുന്നതാണ്. ചിലപ്പോൾ അതൊരു ഫിസിക്കൽ അറ്റാക്ക് ആയിരിക്കാം, ഒരു ശാരീരികമായ അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വെർബൽ അറ്റാക്ക് ആയിരിക്കാം, നമ്മൾ വാക്കുകൾ കൊണ്ട് അയാളെ പ്രതിരോധിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ സ്റ്റീലിംഗ്, മറ്റുള്ളവരിൽ നിന്ന് എടുക്കുക, അതായത് നമ്മുടേതല്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ അവർ നമുക്ക് തരാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം നമ്മൾ എടുക്കുക. അവർ നമ്മൾ ഓഫർ ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ പോലും നമ്മൾ എടുത്തുകൊണ്ട് പോവുക. ചിലപ്പോൾ മണിയായിരിക്കാം, എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം. ഇതിനെല്ലാം ഹാം എന്നാണ്, ഇതിനെല്ലാം ദോഷകരമായിട്ട് പറയുക ഹാം എന്നാണ്. ഇതൊരു ഡിസ്ഹോണസ്റ്റി പരമായിട്ട് വരുന്ന, അല്ലെങ്കിൽ സത്യസന്ധത ഇല്ലാതെ വരുമ്പോഴോ, ഗോസിപ്പ്, മറ്റുള്ളവരെ പറ്റി കുറ്റപ്പെടുത്തുമ്പോഴോ, അർദ്ധസത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴോ, ആരെയും പരിഗണിക്കാത്ത ഒരവസ്ഥയിലെത്തുമ്പോഴോ, അല്ലെങ്കിൽ എപ്പോഴും ഒഫൻസീവായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ ഒഫൻസീവായിട്ട് നിൽക്കുമ്പോഴോ, ഒഫൻസീവ് എന്ന വാക്കിനർത്ഥം ഭയങ്കര കുറ്റകരമായിട്ടുള്ള, നിന്ദ്യമായ, അല്ലെങ്കിൽ വളരെയധികം പ്രത്യാക്രമണമുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നതിനെയാണ് ഹാം എന്ന് പറയുക. നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരെ, അത് ഭാര്യ ആയിക്കോട്ടെ, സുഹൃത്തുക്കളായിരിക്കട്ടെ, ബിസിനസ് പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, ആരായാൽ പോലും അവരെ ഒരു രീതിയിലും പരിഗണിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാവുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കൊടുക്കാതെ അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ പെരുമാറുന്നതിനെയാണ് നമ്മൾ ഹാം എന്ന് പറയാം. അത് ചിലപ്പോൾ നമ്മുടെ തന്നെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്നത് പോലും ഹാമിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഹാമിനെ കുറിച്ച് സ്റ്റെപ്പ് 8 12 കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അടുത്ത വാക്ക് ഐഡിയൽ എന്നാണ്. ഐഡിയൽ എന്താണ്? ഐഡിയൽ എന്ന വാക്ക് ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ മാതൃക, അല്ലെങ്കിൽ ആദർശപരമായ, മാതൃകാപരമായ, തികച്ചും യുക്തമായ, ഭാവനാപരമായ, അത്യുത്തമ മാതൃക എന്നോ ഉത്കൃഷ്ട മാതൃക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഈ ഐഡിയൽ എന്ന വാക്ക് ഉപയോഗിക്കുക. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇമേജാണ്. നമ്മൾ അത് നമ്മുടെ എത്ര വലിപ്പത്തിലാണോ നമ്മുടെ ആശയം ഇരിക്കുന്നത്, അതിനെയാണ് ഐഡിയൽ എന്ന് പറയുന്നത്. അവർ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഐഡിയ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആശയത്തിൻ്റെ ഏറ്റവും വലിപ്പമുള്ള ഒരു അവസ്ഥ ഇതിനെയാണ് ഐഡിയൽ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അടുത്ത വാക്ക് ഇൻകൺസിഡറേറ്റഡ് ആണ്. അതായത് വിത്തൗട്ട് തോട്ട് ഓർ കൺസിഡറേഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാത്ത അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്ത ഒരു അവസ്ഥയാണ് ഇൻകൺസിഡറേറ്റ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുക. അതായത് ചിന്താശൂന്യമായ, അല്ലെങ്കിൽ അന്യരുടെ വികാരങ്ങളെ മാനിക്കാത്ത ഒരവസ്ഥ ആണ് നമ്മൾ ഇൻകൺസിഡറേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ
അന്യാഭിപ്രായ വിരോധി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എനിക്കെതിരായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാതെ വരുന്നൊരവസ്ഥയാണ് മറ്റുള്ളവർ പരിഗണിക്കാത്തതിനെ കുറിച്ച് ഉള്ള ഒരു മലയാളത്തിൽ അതിന് നമുക്കങ്ങനെ ഒരു അർത്ഥം കണ്ടെത്താം. അടുത്തത് ഇൻഫിനിറ്റ് ആണ്, അതായത് ലിമിറ്റുകളില്ലാത്ത അല്ലെങ്കിൽ അതിർത്തികളില്ലാത്ത എന്ന അർത്ഥത്തിലാണ് ഇൻഫിനിറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക. അനന്തമായെന്നോ എണ്ണമറ്റാന്നോ അസംഖ്യം എന്നുള്ളതെന്നോ അതിരറ്റ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഇൻഫിനിറ്റ് എന്ന വാക്കുകളെ ഉപയോഗിക്കാം. അടുത്തൊരു വാക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിയമം എന്നാണ്. ഒരു സുസ്ഥാപിതമായിട്ടുള്ള നിയമം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ സംസ്ഥാനത്തോ ഒക്കെ ഉപയോഗിക്കുന്ന നിയമങ്ങളെ എല്ലാം കൂടി ചേർന്നാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ അതായത് നമ്മളൊരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെയുള്ള നിയമങ്ങളുണ്ട്. ഒരു കോർപ്പറേഷൻ്റെ കീഴിലാണെങ്കിൽ അവിടെ നിയമങ്ങളുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ചില നിയമങ്ങളുണ്ട്, പഞ്ചായത്തിന് ചില നിയമങ്ങളുണ്ട്, നമ്മുടെ വിവാഹത്തിന് ചില നിയമങ്ങളുണ്ട്. അങ്ങനെ പല ഉള്ള ഒരു നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനെല്ലാം കൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ ഒരു നിയമം എന്നുള്ള അർത്ഥത്തിൽ നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. നമ്മളതെന്തൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷെയറിങ്ങിൽ ഞാൻ പറഞ്ഞതാണ്. അടുത്ത ഇൻവെൻട്രി. ഇവിടെ ഇൻവെൻട്രി എന്ന് പറയുന്നത് നമ്മളൊരു കുറച്ച് ഐറ്റംസിനെ കുറിച്ച് എഴുതുകയാണ്, ചില കാര്യങ്ങളെക്കുറിച്ച് എഴുതുകയാണ്. എന്താണത്? അത് നമ്മുടെ സ്വകാര്യമായിട്ടുള്ള സ്വഭാവത്തെ ഹനിച്ചിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ എഴുതാൻ തയ്യാറാകുന്നതിനാണ്, ആ റിട്ടൺ ലിസ്റ്റിനെയാണ് നമ്മൾ ഇൻവെൻട്രി ലിസ്റ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി എന്നുള്ള വാക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. അടുത്ത വാക്ക് ജലസിയാണ്. ജലസി നമുക്കറിയാം, നമുക്ക് അസൂയ എന്നോ കുശുമ്പ് എന്നുള്ള രീതിയിലൊക്കെയാണ് ജലസിയെ നമ്മൾ ഉപയോഗിക്കുക. ഈ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് ഇൻവെൻട്രിയിൽ എടുക്കുമ്പോൾ അൺഫെയ്ത്ത്ഫുൾനെസ്, അതായത് ഒരു വിശ്വാസകരമല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്ന, ഈ അസൂയയെ ഒരു വിരോധമായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു പരസ്പര മത്സരത്തിനുള്ള ഒരു ഇതായിട്ട് കാണാം, ഒരു ശത്രുതാ മനോഭാവം കൊണ്ടുണ്ടാകുന്നതൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഈ വികാരത്തെ കാണുന്നത്. ഇത് മറ്റുള്ളവരെ പരിഗണിക്കാത്ത ഒരവസ്ഥയാണ്. അടുത്തത് മിസ്റ്റേക്ക് എന്നാണ്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചില വിധികൾ തെറ്റായി മാറുന്നതിനാണ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. മിസ്റ്റേക്ക് നമുക്ക് പിശകെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അബദ്ധം എന്ന് പറയാം, ബുദ്ധിമോശം എന്ന് പറയാം, അല്ലെങ്കിൽ പിഴ പറ്റുക എന്ന് പറയാം, തെറ്റായി ധരിക്കുക എന്ന് പറയാം. അങ്ങനെയൊക്കെയാണ് ഈ മിസ്റ്റേക്കിനെ ഫോർത്ത് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുക. അടുത്ത വാക്ക് മോൾഡ് എന്ന വാക്കാണ്. ടു ഗീവ് ഷേപ്പ് ടു എക്സെപ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ, അതായത് ഒരു കൃത്യ ആകൃതിയിലാക്കുക, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഷേപ്പിൽ അതിനെ എത്തിക്കുക എന്നുള്ളതാണ് മോൾഡ്. മോൾഡ് എന്ന വാക്കിന് കൂട്ടിയിണക്കുക എന്നോ രൂപം കൊള്ളിപ്പിക്കുക എന്നോ പരിണമിപ്പിക്കുക അല്ലെങ്കിൽ ആവിഷ്കരിക്കുക എന്നുള്ള വാക്കുകൊണ്ടും മോൾഡിനെ നമുക്ക് അർത്ഥം കണ്ടെത്താം. അടുത്ത വാക്ക് മോറൽ എന്ന വാക്കാണ്. മോറലിന് ഹോണസ്റ്റ് എന്നോ ട്രൂത്ത്ഫുൾ, സത്യസന്ധമായ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിശീലിക്കുന്ന, അതായത് നന്നായി പെരുമാറുക, മാനയുടെ ലിവിങ് എന്നാണ്. അപ്പോൾ നന്നായി പെരുമാറുന്ന, നല്ല രീതിയിൽ സ്വഭാവ രൂപീകരണം ഉണ്ടാക്കുന്ന എല്ലാത്തിനും കൂടി നമുക്ക് ഈ മോറൽ എന്ന് പറയാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള ജീവിയായിട്ടുള്ള മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പരസ്പരം മാത്രമല്ല, ഇപ്പോൾ ആണും പെണ്ണായാലും, ഒരു സമൂഹത്തിൽ ആണായാലും പെണ്ണായാലും അവർ ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മോറലായിട്ടുള്ള ജീവിത രീതിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുക. അതിനകത്ത് അതിൻ്റെ ഏറ്റവും നല്ല റെഫറൻസ് എന്ന് പറയുന്നത് തെറ്റേത് ശരിയേത്, തെറ്റ് ശരി എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ സാധാരണ ഈ മതങ്ങൾ ഉപയോഗിക്കുന്ന
പാപമോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലല്ല. അതിൻ്റെ ശരിയായ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻഡ് റോങ്, തെറ്റ് അല്ലെങ്കിൽ ശരി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്, നമ്മൾ പെരുമാറേണ്ടത്, സംസാരിക്കേണ്ടത്. ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ മോറൽ എന്ന് പറയുക, മോറൽ ഇൻവെൻട്രി എന്ന് പറയുക. അടുത്തത് നേച്ചർ എന്ന വാക്കാണ്. നേച്ചറിന് മുമ്പ് നമുക്ക് ഈ മോറലിനെ വേണമെങ്കിൽ കൂടുതൽ സദാചാരപരമായെന്നോ ധർമ്മ വിവേചനപരമായെന്നോ ധർമ്മനിഷ്ഠയുള്ളതെന്നോ സാൻമാർഗികമായെന്നോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ മോറലിനെ ഉപയോഗിക്കാം. അപ്പോൾ അടുത്തത് നേച്ചർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, നേച്ചർ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത്, ഫോർത്ത് സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്നത് ഒരു തെറ്റിൻ്റെ മൂല കാരണത്തിലേക്കുള്ള ശരിയായ ഒരു എത്തിനോട്ടം. അതാണ് ശരിക്കും ഇവിടെ നേച്ചറായിട്ട് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ തെറ്റിലേക്ക് നയിച്ചതിനുള്ള കാരണങ്ങൾ എന്താണ്, അതാണ് നമ്മൾ ഈ നേച്ചർ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുക. അടുത്ത വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പാരഡോക്സിക്കലി എന്നുള്ള വാക്കാണ്. അതായത് ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കും, പക്ഷേ അല്ലെങ്കിൽ അതായത് ശരിയായിരിക്കും, പക്ഷേ ഒരു അതിനകത്ത് ഒരു കോൺട്രാഡിക്ടറി അല്ലെങ്കിൽ ഒരു കോമൺ സെൻസിന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഷേപ്പ് ഇരിക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പാരഡോക്സിക്കലി എന്ന് പറയുക. അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വിപരീതമായി തോന്നുന്ന അല്ലെങ്കിൽ വിരോധാഭാസ രൂപത്തിലുള്ള ഒരു കാര്യം പറയുന്നതിനെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുക. അപ്പോൾ അതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയാനുള്ളത്. അടുത്തത് പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുമായിട്ടുള്ള എൻ്റെ ബന്ധം അല്ലെങ്കിൽ ലോകവുമായിട്ടുള്ള എൻ്റെ ബന്ധം, അതിനെയാണ് നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുക. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്നേഹവും വെറുപ്പും ഇടകലർന്ന ഒരു ബന്ധത്തെയാണ്. അതായത് പരസ്പരം അറിഞ്ഞുകൊണ്ട് ഉള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു സംസർഗം, ഒരു സമ്പർക്കം, ഒരു അടുപ്പം അല്ലെങ്കിൽ ബന്ധുത്വം എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുക. അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ ബന്ധം എന്താണ്. അടുത്ത വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പോക്കറ്റ് ബുക്കാണ്. പോക്കറ്റ് ബുക്കിന് എനിത്തിങ് ഓഫ് എ മെറ്റീരിയൽ നേച്ചർ, അതായത് ഒരു മെറ്റീരിയൽ രൂപത്തിലുള്ള, അത് മണിയാകാം, പണമാകാം, പ്രോപ്പർട്ടി ആകാം, നമ്മുടെ സ്ഥലമാകാം, വീടാകാം, ബിൽഡിംഗ് ആകാം, നമ്മുടെ സ്വർണമാകാം, എന്തും നമ്മൾക്ക് മൂല്യമെന്ന് തോന്നുന്ന എന്തുമിനെയും പോക്കറ്റ് ബുക്ക് എന്ന വാക്കുകൊണ്ടാണ് ഫോർത്ത് സ്റ്റെപ്പിൽ വിവരിച്ചിരിക്കുന്നത്. അടുത്ത വാക്ക് പ്രൈഡ് എന്നാണ്. പോക്കറ്റ് ബുക്കിന് നമുക്ക് വേണമെങ്കിൽ ഈ അടുത്ത വാക്ക് പറയുന്നതിന് മുമ്പ് ഈ പോക്കറ്റ് ബുക്കിന് വേണമെങ്കിൽ നമുക്ക് ഈ മടിശീല പണ്ടൊക്കെ ഈ മടിശീലയിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്നത്. അതുപോലെ അപ്പം നമുക്കുള്ള ഒരു സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നർത്ഥത്തിലാണ് ഈ പോക്കറ്റ് ബുക്കിനെ ഉദ്ദേശിക്കുക. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. പേഴ്സ് എന്നർത്ഥത്തിലാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് സ്ലാങ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പോക്കറ്റ് ബുക്ക് എന്നൊക്കെ മലയാളം ബുക്കിൽ വായിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം പലപ്പോഴും എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാകാറില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഫോർത്ത് സ്റ്റെപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ ഗുണകരമായി. അടുത്തത് ഞാൻ പറഞ്ഞു പ്രൈഡ് എന്ന് പറയുന്നത് അഹങ്കാരമാകാം, പ്രതാപം, ആത്മാഭിമാനം, അഹംഭാവം, അഭിമാനം, ഗർവ്, സ്വാഭിമാനം, പെരുമ, തണ്ട് എന്നർത്ഥത്തിലേക്കാണ് പ്രൈഡ് എന്നുള്ള വാക്കും, അല്ലെങ്കിൽ പൊങ്ങച്ചം കാട്ടുക, അഭിമാനം കൊള്ളുക എന്നുള്ള അർത്ഥത്തിലേക്കാണ്, അഹങ്കരിക്കുക, വലിപ്പം ഭാവിക്കുക, ഗർവിക്കുക എന്നുള്ള അർത്ഥത്തിലേക്കാണ് ഈ പ്രൈഡ് എന്ന വാക്ക് ഉപയോഗിക്കുക. അതായത് ഒരു കാര്യത്തിലുള്ള വളരെ അധികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും നീതീകരിക്കാനാവാത്ത ചില അഭിപ്രായങ്ങൾ നമ്മൾ പറയും. അത് ചിലപ്പോൾ ഒരു പക്ഷേ പോസിറ്റീവ് ആയിരിക്കാം, കാരണം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതുകൊണ്ടാകാം. ചിലപ്പോൾ അത് ഒരാളെ വെറുക്കുന്നതുകൊണ്ടാകാം, അത് നെഗറ്റീവായിരിക്കാം. ഈ ആൽക്കഹോളിക് പ്രൈഡ് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ഹൗ വി തിങ്ക് അതേഴ്സ് വ്യൂ അസ്. അതായത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മളൊരു വിചാരിക്കുന്നുണ്ട്. അതിനകത്ത് അത് വെച്ചിട്ടുകൊണ്ടാണ് നമ്മളെ പ്രൈഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ആൽക്കഹോളിക് പ്രൈഡ് എന്ന് പറയുന്നത് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ഹൗ വി തിങ്ക് അതേഴ്സ് വ്യൂ അസ്. മറ്റുള്ളവർ എന്നെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ് നമ്മുടെ പ്രൈഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗർവ്, അഭിമാനം, പെരുമയൊക്കെ ഇരിക്കുക. അപ്പോൾ പ്രൈഡ് എന്ന വാക്ക് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അടുത്ത വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രിൻസിപ്പിൾ. എന്താണ് പ്രിൻസിപ്പിൾ? നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ചില നിയമങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ നിയമങ്ങൾ എല്ലാം കൂടി ചേർന്നാണ് പ്രിൻസിപ്പിൾ എന്ന് വയ്ക്കുന്നത്. അല്ലെങ്കിൽ അതിന് പ്രമാണം എന്ന് പറയാം, അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയാം,
അല്ലെങ്കിൽ നമ്മൾ പോലെയുള്ള ഒരു വ്യക്തികളുടെ പെരുമാറ്റങ്ങളുടെ ഒരു കൂട്ടമെന്നോ സംഹിത എന്ന് പറയാം. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വാക്കിന് സിദ്ധാന്തം അല്ലെങ്കിൽ പ്രമാണം അല്ലെങ്കിൽ നീ ധാർമ്മികമായ അല്ലെങ്കിൽ തത്വദീക്ഷപരമായ അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ, പെരുമാറ്റ സംഹിത, മര്യാദ എന്നൊക്കെ പറയുന്ന അതുപോലെ ഉള്ളതാണ്. നമ്മളിവിടെയാണ് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഉള്ള പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസിനെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, 4th സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കെടുത്ത് പറയാൻ കാരണം. അടുത്തത് റിസെൻമെൻ്റ് ആണ്. റിസെൻമെൻ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്ന വെറുപ്പ്, അവജ്ഞ, അനിഷ്ടം, നീരസം, വിദ്വേഷം, ക്രോധം, അമർഷം, രസക്കേട്, ഇഷ്ടക്കേട്, മുഷിച്ചിൽ, ദുർമുഖം കാണിക്കുക, നീരസത്തോടെ വീക്ഷിക്കുക, വാക്കിലോ ഭാവത്തിലോ പെരുമാറ്റത്തിലോ അനിഷ്ടം കാട്ടുക, ഇഷ്ടക്കേട് തോന്നുക, കോപിക്കുക, അങ്ങനെ വേഗം മുഷിയുന്ന സ്വഭാവം ഉണ്ടാക്കുക, അമർഷമുള്ള, അവഹേളനമുള്ള, മുൻകോപമുള്ള, ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ഈ റിസെൻമെൻറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അതായത് സെൻറ്റയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. അതിൻ്റെ അർത്ഥം ടു ഫീൽ എന്നാണ്. പിന്നെ അതിന് സെൻറ്റയർ എന്ന് പറഞ്ഞാൽ സെൻമെൻറ്റ് എന്ന വാക്ക്, റീസെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഫീൽ ചെയ്യുക, വീണ്ടും വീണ്ടും നമുക്ക് തേട്ടി വരിക എന്ന് പറയുന്ന പോലെ ഡ്രോപ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഭാവത്തിനാണ് നമ്മൾ ഈ നീരസം എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. അടുത്ത വാക്ക് സെയിൻ എന്നാണ്. അതായത് ഹെൽത്തി, ആരോഗ്യമുള്ള, നമ്മുടെ തന്നെ പ്രവൃത്തിയെ പുകഴ്ത്താവുന്ന പ്രവൃത്തികൾ, അതായത് മറ്റുള്ളവർക്ക് സുഖകരമായിട്ടുള്ള പ്രവൃത്തികളെ ചേർന്നാണ് നമ്മൾ സെയിൻ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുക. ഇൻസൈനും സെയിനും. അപ്പോൾ സെയിൻ എന്ന വാക്ക്, സെയിന് നമുക്ക് വിവേകമുള്ള അല്ലെങ്കിൽ അറിവുള്ള, സുബോധമുള്ള, സുബുദ്ധിയുള്ള, സ്ഥിരബുദ്ധിയുള്ള, യുക്തിബോധമുള്ള, ഒരു തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളില്ലാത്ത, മാനസിക അസ്വാസ്ഥ്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത എന്നുള്ള രീതിയിലൊക്കെ സെയിൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നല്ല വിവേകത്തോടെ പെരുമാറുന്ന, അറിവോടെ പെരുമാറുന്നതിനെയാണ്, അല്ലെങ്കിൽ സ്ഥിരബുദ്ധി ഉള്ള ഒരാളെയാണ് നമ്മൾ സെയിൻ എന്ന് വിളിക്കുക. അടുത്ത വാക്കാണ് സെക്യൂരിറ്റി. അതായത് ഒരു സുരക്ഷ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഉറപ്പ് പ്രദാനം ചെയ്യപ്പെടുന്ന, ഒരു ആശങ്കയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാണല്ലോ. അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള, സുരക്ഷിതത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കൂടി ആകാതെ, കാരണം രണ്ട് വഴിക്കാണ് അത് വരിക. ഒന്നില്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വമെന്നോ, അല്ലെങ്കിൽ ഇമോഷണൽ സെക്യൂരിറ്റി, എൻ്റെ വൈകാരികമായ സുരക്ഷിതത്വം. അപ്പം സാമ്പത്തിക സുരക്ഷിതത്വം നമുക്കറിയാം, നമ്മുടെ ജോലി, നമ്മളുടെ പണം, ബാങ്ക് ബാലൻസ്, നമ്മളുടെ ഭാവിയിലേക്ക് നമ്മുടെ കാറ്, നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം, ഇതെല്ലാം ഈ സെക്യൂരിറ്റിയിൽ ഫീലിങ്ങിൽ വരുന്നതാണ്. ഇമോഷണൽ എന്ന് പറയുന്നത് നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു മാനസികാരോഗ്യം കിട്ടുന്ന, അപ്പോൾ നമ്മളത് രണ്ടും നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. അതായത് നമ്മുടെ ഭാര്യ നമ്മളോട് നന്നായിട്ട് പെരുമാറണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഇമോഷണൽ സെക്യൂരിറ്റീനാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് നന്നായിട്ട് പെരുമാറണം, നമ്മുടെ മാതാപിതാക്കന്മാർ നന്നായിട്ട് പെരുമാറണം, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സഹപ്രവർത്തകർ നന്നായിട്ട് പെരുമാറണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഈ വാക്ക് ഈ 4th സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത് സെൽഫ് സെൻറ്റേർഡ് എന്ന വാക്കാണ്. സെൽഫ് സെൻറ്റേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക, അതിന് മാത്രം കേന്ദ്രീകരിക്കുക, മറ്റൊരാളെ പരിഗണിക്കാതിരിക്കുക, മറ്റൊരാളുടെ കൺസേൺ ചെയ്യാൻ ഒരിക്കൽ പോലും പരിഗണിക്കാതിരിക്കുക, എൻ്റെ ഓൺ അഫയേഴ്സിൽ, എൻ്റെ ബന്ധങ്ങളിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട്, ആഗ്രഹങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ സെൽഫ് സെൻറ്റേർഡ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ അഹംബുദ്ധി, അല്ലെങ്കിൽ സ്വന്തം അഹത്തിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളിനെയാണ് സെൽഫ് സെൻറ്റേർഡ് എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സെൽഫ് എസ്റ്റീം. അതായത് ഞാൻ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എന്നെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണ്. ചിലപ്പോൾ അത് നല്ല രീതിയിലായിരിക്കാം, പോസിറ്റീവ് രീതിയിലായിരിക്കാം, ഹൈ ലെവലിലായിരിക്കാം, ചിലപ്പോൾ അത് ലോ ലെവലിലായിരിക്കാം, അതായത് നെഗറ്റീവ് രീതിയിലായിരിക്കാം. ചിലർ പറയാറുണ്ട് സെൽഫ് ഹേറ്റ്, അതായത് സ്വയം
വെറുക്കുന്ന രീതിയിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുന്ന രീതിയിൽ ചിന്തിക്കുക. ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ സെൽഫ് എസ്റ്റീം കൊണ്ടുവരാം. അടുത്തത് സെൽഫിഷ് എന്ന വാക്കാണ്. സെൽഫ് എസ്റ്റീമിന് നമുക്ക് അഹങ്കാരമെന്നോ ആത്മാഭിമാനമെന്നോ എന്തൊക്കെയാണേലും വിചാരിക്കാം. അപ്പോൾ അടുത്ത സെൽഫിഷ് എന്ന വാക്കും കൂടി കാണാം. അതായത് ഒരാൾ അവനവൻ്റെ മാത്രം ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവനവൻ്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അയാൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവനവൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും. മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റാളുകളെ ഒരിക്കലും പരിഗണിക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ഇതിനെയാണ് നമ്മൾ സെൽഫിഷ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൻകാര്യ മാത്ര പ്രസക്തനായ, സ്വാർത്ഥപരമായിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥ ബുദ്ധിയായ ഒരാളെ നമുക്ക് സെൽഫിഷ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാം. അടുത്തത് സെൽഫ് സീക്കിങ്. അതായത് സ്വന്തം ഇഷ്ടം മാത്രം നോക്കി നടക്കുന്ന ഒരാളെയാണ് സെൽഫ് സീക്കിങ് എന്ന് വിളിക്കുക. സ്വാർത്ഥ ബുദ്ധിയെന്നോ തൻകാര്യ മാത്ര അന്വേഷകനെന്നോ എന്നൊക്കെ നമുക്ക് സെൽഫ് സീക്കിങ്ങിനെ വിളിക്കാം. അടുത്തത് ഷോർട്ട് കമ്മിങ്സ് ആണ്. ഈ ഷോർട്ട് കമ്മിങ്സും ഡിഫക്ട്സും ഒക്കെ ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്. കാരണം ദൈവത്തിനെ നമ്മളുമായിട്ടുള്ള ബന്ധത്തിനെ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയുക. ഇപ്പോൾ നമുക്കറിയാം, ബിൽ ഡബ്ല്യു ഒരു ഇംഗ്ലീഷ് വാക്കിനെ പല അർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബുക്ക് മൊത്തം രചിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 4th സ്റ്റെപ്പിൽ ഈ വാക്കുകളെല്ലാം അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പഠിച്ചത് തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റുകളാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായാലും ഷോർട്ട് കമ്മിങ്സിന് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഫോളിങ് ഷോർട്ട് ഓഫ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓർ റിക്വയർഡ്. ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടക്കാതെ വരുന്നൊരവസ്ഥയെ സെയിം ആസ് ഡിഫക്റ്റ് വാട്ട് ബ്ലോക്സ് മീ ഓഫ് ഫ്രം ഗോഡ് ആൻഡ് അതേഴ്സ്. ദൈവത്തിനോടും എന്നെയും തമ്മിൽ അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഒരു കൃത്യവിലോപമെന്നോ കഴിവുകേടെന്നോ ഒരു പോരായ്മ എന്നോ ഒരു ന്യൂനത എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ ഷോർട്ട് കമ്മിങ്സിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കാതെ വരിക, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കാതെ വരിക, ഇതൊക്കെയാണ് ഷോർട്ട് കമ്മിങ്സിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. അടുത്തത് സൗണ്ടാണ്. സൗണ്ട് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു ജഡ്ജ്മെൻറ്റിനെയാണ്. അതൊരു ആരോഗ്യപരമായ ജഡ്ജ്മെൻറ്റിനെ, അല്ലെങ്കിൽ സ്വഭാവ ഡിഫക്റ്റിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു ഇതിനെയാണ് സൗണ്ട് എന്ന് വിളിക്കുന്നത്. അടുത്തത് സബ്ജക്റ്റഡ് ആണ്. സബ്ജക്റ്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ടു സ്റ്റഡി മോട്ടീവ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു കാരണം, ഉദ്ദേശം, പ്രയോജനം, പ്രേരകം എന്നുള്ള രീതിയിലാണ് മോട്ടീവ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കുക. സബ്ജക്റ്റഡ് ടു സ്റ്റഡി മോട്ടീവ്. അപ്പം അങ്ങനെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് സബ്ജക്റ്റഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സസ്പീഷൻ ആണ്. ടു ഹാവ് ഡൗട്ട് ഓർ മിസ്ട്രസ്റ്റ് വിത്ത് ലിറ്റിൽ ഓർ നോ പ്രൂഫ്. സസ്പീഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവിശ്വാസം, അല്ലെങ്കിൽ ഒരു സന്ദേഹം, ഒരു സംശയം, ഒരു ദുശങ്ക എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത അവസാനമായിട്ട് റോങ്. അതായത് നമ്മൾ തെറ്റായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ഒരു കാര്യത്തിനെയാണ് റോങ് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ തെറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക. അതിന് നമുക്ക് അന്യായമെന്നോ അസത്യമെന്നോ അപരാധം ചെയ്യുക എന്നോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റോങ്ങിനെ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും വാക്കുകൾ ചേർത്താണ് ഈ സ്റ്റെപ്പ് 4 ബിൽ ഡബ്ല്യു എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് സമയം പറയാൻ ശ്രമിച്ചത്. ഇതൊരു തരത്തിൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽ ക്ലാസ് പോലെയൊന്നും അല്ല. സത്യത്തിൽ നമ്മൾ ചില വാക്കുകൾ നമ്മൾ ഇപ്പോൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിലും ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ ഇപ്പം ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും അത് ഒന്നും കൂടി, എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും വാക്കുകൾ ഉപയോഗിക്കാനുള്ള കാരണം.